സാർ, ശരിക്കും ഇപ്പോൾ ഇറാൻ യുദ്ധം നിർത്താൻ സമ്മർദ്ദം എല്ലാ കോണിൽ നിന്നും നേരിടുന്നത് അമേരിക്കയാണല്ലോ. ലക്ഷക്കണക്കിന് ഡോളറുകൾ ചെലവാക്കി പശ്ചിമേഷ്യയിൽ യുദ്ധം നടത്തിയ അമേരിക്കയോട് അവിടെ നിന്ന് പോകണം മിസ്റ്റർ എന്ന് ഗൾഫ് രാജ്യങ്ങൾ പോലും പറയുന്ന അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ രംഗം എത്രയും വേഗം കാലിയാക്കുക എന്നതല്ലേ അമേരിക്കയ്ക്കും നല്ലത് എന്ന തോന്നലിൽ നിന്നാണോ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞതായി വിദേശ മാധ്യമങ്ങളിൽ വന്ന വാർത്ത? ആ വാർത്ത എങ്ങനെയായിരുന്നു? ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി കപ്പൽ ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ ഇറാൻ തയ്യാറായാൽ ആണവ കരാറിൽ എത്തണമെന്ന നിർബന്ധം ഉപേക്ഷിക്കാൻ ട്രംപ് തയ്യാറായേക്കുമെന്ന് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ട്രംപ് പറഞ്ഞത് മാറ്റി പറഞ്ഞിട്ടുണ്ട് പലകുറി. അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുമുണ്ട്. വാക്കിന് വിലയില്ലാത്ത ആളാണ് ട്രംപ് എന്ന്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു റിപ്പോർട്ട് ശരിയാകാനുള്ള സാധ്യത കൂടുതലല്ലേ? അങ്ങനെയെങ്കിൽ ട്രംപ് ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്തായിരിക്കും? ഇടക്കാല തെരഞ്ഞെടുപ്പ് മാത്രമാണോ, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകുമോ? പറഞ്ഞത് മാറ്റി പറയാൻ ലെവലേശം മടിയുള്ള ഒരാളല്ല ഡൊണാൾഡ് ട്രംപ്. അത് വ്യക്തമാണ്. കാരണം നാളിതുവരെയുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനകൾ നോക്കിയാൽ കഴിഞ്ഞ ദിവസം പറയുന്നതല്ല ഇന്ന് പറയുന്നത്, ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. അതുകൊണ്ട് ആണവ കരാറിൽ ഒപ്പിടാതെ ഇറാന് മേലുള്ള ഉപരോധം അവസാനിപ്പിക്കില്ല എന്നും സമ്പൂർണമായ ഇറാൻ്റെ പതനം അല്ലെങ്കിൽ ഇറാൻ്റെ കീഴടങ്ങൽ, ഭരണമാറ്റം, അതാണ് തങ്ങളുടെ ലക്ഷ്യം എന്നും ഒക്കെ പറഞ്ഞിരുന്നത് മാറ്റി ഇപ്പോൾ ഏറ്റവും അവസാനമായി ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാൻ ഹോർമൂസ് തുറന്നു കൊടുത്താൽ എല്ലാം ഭദ്രം. ഇറാൻ ഹോർമൂസ് പൂർണ്ണമായി നാവിഗബിളാക്കി മാറ്റിയാൽ, ഹോർമൂസിന് നേരെ ഇറാൻ അടിച്ചേൽപ്പിച്ച ഉപരോധം മാറ്റിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് എല്ലാം ഹാപ്പി. അതായത് ഇറാന് ഒരുപക്ഷെ നഷ്ടപരിഹാരം നൽകിയേക്കാം, ഇറാൻ്റെ മരവിപ്പിക്കപ്പെട്ട ആസ്തികൾ തിരിച്ച് ഇറാന് നൽകിയേക്കാം, അതേപോലെ തന്നെ മറ്റ് പ്രതികാര നടപടികൾ ഒന്നുമില്ലാതെ മുന്നോട്ട് പോയേക്കാം. പക്ഷേ അതങ്ങനെ തന്നെ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു ഉറപ്പിലല്ല, ഒരു മാനസികാവസ്ഥയിലല്ല ഇറാൻ. ട്രംപ് പറയുന്നത് കൊണ്ട് മാത്രം വിശ്വസിക്കാനും ട്രംപ് പറയുന്ന വാക്ക് കേട്ട് ഒരു കരാറിലെത്താനും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഹോർമൂസ് തുറക്കാനും ഇപ്പോൾ ഇറാൻ തയ്യാറല്ല എന്നതാണ് ഏറ്റവും വൈകിയുള്ള റിപ്പോർട്ടുകൾ. ഹോർമൂസ് തുറക്കാൻ ഇറാൻ തയ്യാറാണ്. ഒമാനുമായ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന നിർദ്ദേശങ്ങൾ പാകിസ്ഥാനെ അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു, കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടു, നിങ്ങൾ ഒമാനുമായി ചർച്ച ചെയ്തു, മധ്യസ്ഥ രാജ്യമെന്ന നിലയിൽ ഞങ്ങളെ അത് ഒന്ന് അറിയിക്കൂ. അതിന് എഗൻസ്റ്റായിട്ടല്ല പാകിസ്ഥാൻ പറയുന്നത്, വേണമെങ്കിൽ അത് അറിയിക്കും എന്ന നിലയിലാണ്. പക്ഷേ ഇനി ട്രംപുമായി യാതൊരു ഇടപാടും വേണ്ട എന്ന് കർശനമായി പറഞ്ഞിരിക്കുകയാണ് ആയത്തുള്ള മുജ്തബ ഖുമൈനി. മാത്രമല്ല, മുജ്തബ ഖുമൈനിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ചില നീക്കങ്ങൾ അത് വളരെ നിർണായകമാകുന്നു. ഈ സമയത്ത് ട്രംപിനെതിരെ കടുപ്പിക്കുകയാണ് മുജ്തബ ഖുമൈനി. അത് രണ്ട് കാര്യങ്ങളാൽ അതിന് ഒരു സ്ഥിരീകരണം നമുക്ക് വേണമെങ്കിൽ ചർച്ച കൊടുക്കാം. അതിലെ ഒരു കാര്യം, ഇറാൻ്റെ സേനാ നേതൃത്വത്തിൽ കാര്യമായ അഴിച്ചുപണി നടത്തിയിരിക്കുന്നു. IRGCയുടെ ടോപ്പ് ലീഡർഷിപ്പ്, ഡെപ്യൂട്ടി, ഇവിടെ എല്ലാം മാറ്റം വന്നിരിക്കുന്നു. സേനാ തലപ്പത്ത് മുഴുവൻ അഴിച്ചുപണി വന്നിരിക്കുന്നു. ഇതെല്ലാം തന്നെ ഹാർഡ് ലൈനേഴ്സാണ്. അതായത് ട്രംപിനോട് സന്ധി ചെയ്യാതെ, അതായത് ഇറാൻ അമേരിക്കയുമായി ഒരു രീതിയിലും സന്ധി ചെയ്യാതെ ഇറാൻ്റെ പരമാധികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഇറാൻ്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹോർമൂസിൻ്റെ വിഷയത്തിൽ കടുകിട വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് അത് എന്ന രീതിയിലാണ് ഇവിടെ വിവക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ട്രംപ് അധികാരത്തിൽ നിന്നും പുറത്തു പോകുന്ന ജനുവരി 2029 വരെ ട്രംപുമായി യാതൊരു ഇടപാടും വേണ്ട. അതിനർത്ഥം അമേരിക്കൻ പ്രസിഡന്റ് ഏതായാലും മാറാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് ട്രംപ് അവിടെ അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം ഇറാൻ അമേരിക്ക ടോക്സ് നടക്കില്ല എന്ന് തന്നെയാണ്. അപ്പോൾ പിന്നെ എന്താണ് വഴി? രണ്ട് വഴികളാണുള്ളത്. ഒന്ന്, മധ്യസ്ഥ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ ഫലം കാണുമോ എന്ന് നോക്കുക. അമേരിക്ക രംഗത്ത് നിന്ന് ഭാഗികമായി പിന്മാറുക, ഇറാൻ ഒമാൻ ഡീൽ അടുത്ത തലത്തിലേക്ക് പോവുകയും ഗൾഫ് മേഖല എല്ലാം ചേർന്നുകൊണ്ട് ഇറാനുമായി സംസാരിച്ചുകൊണ്ട് മേഖലാ പരിഹാരം, ഞാൻ ഏറെക്കാലമായി സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പ്രപ്പോസലാണ്. മേഖലാ പരിഹാരമാണ് ആവശ്യം. കാരണം അമേരിക്കയ്ക്ക് ഇവിടെ കാര്യമൊന്നുമില്ല, പക്ഷേ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇവിടെ കാര്യമുണ്ട്. ഗൾഫ് രാജ്യങ്ങളുടെ കപ്പലുകളാണ് അങ്ങോട്ട് വരേണ്ടത്, അവിടുത്തെ ഉൽപ്പന്നങ്ങളാണ് എന്ന പ്രകൃതിവാതക ഉൽപ്പന്നങ്ങളാണ് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് അവർക്കവിടെ കാര്യമുണ്ട്. അവരെല്ലാം ചേർന്ന ഒരു ധാരണ ഉണ്ടാവട്ടെ എന്നതാണ്. ഒരുപക്ഷെ അത് അംഗീകരിക്കാൻ
ട്രംപ് ബാധ്യസ്ഥമാണ്. ഇതിന് ട്രംപിനെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം എന്നാണ് ഇപ്പോൾ എന്നോട് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് വരുന്നു, ഇടക്കാല തെരഞ്ഞെടുപ്പ് നവംബറിനുണ്ടായി. അതിനു മുൻപ് തന്നെ ഒരു പ്രോഗ്രസ് കാർഡ് കാട്ടേണ്ടതുണ്ട്. യുദ്ധം അമേരിക്കയിൽ ഹൈലി അൺപോപ്പുലറാണ്. അമേരിക്കയുടെ ഒരു ഇക്കോണമിയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന രീതിയിൽ യുദ്ധം വളരാൻ അമേരിക്കക്കാർ അനുവദിക്കില്ല. അതുകൊണ്ട് യുദ്ധം മാറ്റി, യുദ്ധം അവസാനിപ്പിച്ച് പിൻവാങ്ങുക, എങ്ങനെയും തലയൂരുക എന്ന ട്രംപിൻ്റെ ഒരു ചിന്ത ഇതിന് ഉണ്ടെന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് ഇസ്രയേലുമായി ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടപെട്ടപ്പോൾ ഏതാണ്ട് കർക്കശമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാഷിങ്ടൺ സന്ദർശിച്ച് ട്രംപുമായി കഴിഞ്ഞ ആഴ്ച കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഒരു ആക്രമണം ഉണ്ടാവുമെന്നാണ് ഏവരും പ്രതീക്ഷിച്ചത്. ഒന്നുകിൽ ഇസ്രായേൽ ആക്രമിക്കുന്നു, അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഫെബ്രുവരി 28 നടത്തിയതിന് സമാനമായ രീതിയിൽ ഒരു ഓൾ ഔട്ട് അറ്റാക്ക് എന്നത് പലരും പ്രതീക്ഷിച്ചിരുന്നു. അത് ഉണ്ടായില്ല. അത് ഒരു സൂചനയാണ്. അതിനർത്ഥം ഇപ്പോൾ ഇസ്രായേലിൻ്റെ വാക്ക് മാത്രം കേട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ താനില്ല എന്ന ട്രംപിൻ്റെ ഒരു തീരുമാനം. ആ തീരുമാനവും മാറാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ തീരുമാനങ്ങളും, ട്രംപിൻ്റെ എല്ലാ തീരുമാനങ്ങളും പുറത്തു പറയുന്നതും എല്ലാം തന്നെ മാറ്റി പരിശോധിക്കേണ്ടതുണ്ട്. അതാണ് മറ്റൊരു കാര്യം. അത് മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു. അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. എക്കാലത്തും ചങ്ങാതിമാരായിരുന്ന ആളുകൾ ചിലപ്പോൾ മാറി ചിന്തിക്കേണ്ടി വരും. അമേരിക്കയുടെ തടലില്ലാതെയും തങ്ങൾക്ക് ഏകപക്ഷീയമായും ഇറാൻ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുമെന്ന രീതിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയും കൂടി വെച്ച് വായിക്കുമ്പോൾ ഒരുപക്ഷെ അമേരിക്ക ഇതിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കുന്നു. ഇസ്രായേലിൻ്റെ രീതിയിൽ നീങ്ങട്ടെ എന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അർത്ഥോക്തിയിൽ വെച്ച് നിർത്തി മടങ്ങിപ്പോകാനാണോ അമേരിക്ക ശ്രമിക്കുന്നത്? അങ്ങനെയെങ്കിൽ പൂർണ്ണമായി അമേരിക്കയ്ക്ക് മുഖം നഷ്ടപ്പെടും. ട്രംപിനോട് ആളുകൾ ചോദിക്കില്ലേ, അമേരിക്കൻ പൗരന്മാർ ചോദിക്കില്ലേ, എന്തിനായിരുന്നു ഈ പോരാട്ടം? യാതൊരു ആവശ്യവുമില്ലായിരുന്നല്ലോ. അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ സുഗമമായി ഹോർമൂസിലൂടെ കപ്പലോട്ടം നടന്നിരുന്നല്ലോ. ആക്രമണം നടന്ന ഫെബ്രുവരി 28 ശേഷമാണ് ആ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഇറാൻ അതിനെ അടയ്ക്കാനുള്ള തീരുമാനമെടുത്തത്. അത് മുൻകൂട്ടി തന്നെ ഇറാൻ പറഞ്ഞിരുന്നു, ഞങ്ങളെ ആക്രമിച്ചാൽ തങ്ങൾ എടുക്കുന്ന വജ്രായുധം ഹോർമൂസ് ആയിരിക്കും. ആ ഒരു ഭീഷണി ഇപ്പോൾ ഫലവത്തായിരിക്കുന്നു. അത് അംഗീകരിച്ചു കൊടുക്കുന്നതിന് തുല്യമല്ലേ ഇറാൻ്റെ ടേംസിൽ കരാർ ഒപ്പിടുന്നതിനോടോ അല്ലെങ്കിൽ ഇറാൻ്റെ ടേംസിൽ കാര്യങ്ങൾ നടക്കുന്നതിനോടോ എങ്ങനെ യോജിക്കാൻ പറ്റും? അങ്ങനെയെങ്കിൽ യുദ്ധം തന്നെ ആവശ്യമില്ലായിരുന്നല്ലോ. പിന്നെ എന്തിനായിരുന്നു ഇറാൻ്റെ പരമോന്നത നേതൃത്വത്തെ വധിച്ചത്? എന്തിനായിരുന്നു ഇറാനിൽ നാശനഷ്ടങ്ങൾ വിധിച്ചത്, നിരന്തരം ആക്രമിച്ചത് എന്തിനായിരുന്നു എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും. ഇതോടൊപ്പം ഒരു കാര്യം കൂടി നമുക്ക് ഇപ്പോൾ പരിഗണിക്കേണ്ടതുണ്ട്. ട്രംപ് ഭയാശങ്കയിലാണ് എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറ്റവും വൈകി വരുന്ന റിപ്പോർട്ടുകളാണ്. അതനുസരിച്ച് ട്രംപിൻ്റെ വിമാനം തുർക്കിയുടെ തുർക്കി തലസ്ഥാനമായ അങ്കാറയിൽ ഇറങ്ങി. ഡേറ്റ് ഉച്ചകോടിക്കാണ്. അത് ഒരു ജൂലൈ മാസം 7-8 തീയതികളിൽ നടന്ന ഉച്ചകോടി. ആ ഉച്ചകോടിയിൽ ട്രംപ് പങ്കെടുത്തു. നേറ്റോ ഉച്ചകോടിയാണ്. നേറ്റോയുടെ അംഗരാജ്യം കൂടിയാണല്ലോ തുർക്കി. അപ്പം നേറ്റോ ഉച്ചകോടിയിലേക്ക് വന്നത് ഖത്തർ സമ്മാനമായി കൊടുത്ത 747-8 വിമാനമാണ്, ജെറ്റ് വിമാനമാണ്. അപ്പോൾ ആ ഒരു വിമാനത്തിൽ വന്ന് ഇറങ്ങി എയർഫോഴ്സ് വൺ സ്റ്റെപ്പിനിയായിട്ടുണ്ട്. എയർഫോഴ്സ് വണ്ണിൽ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചുപോയി. ഇതാണ് റിപ്പോർട്ടുകൾ. അതായത് എയർഫോഴ്സ് വണ്ണ് ട്രംപിൻ്റെ വിമാനമാണ്, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വിമാനമാണ്. അവിടെ വെച്ചാണ് പലപ്പോഴും പത്രലേഖകരെ കൂടെ കൂട്ടിക്കൊണ്ടുപോകും. ചില പത്രലേഖകർക്ക് ഓഡിയൻസ് കൊടുക്കുന്ന അതിൻ്റെ പടിയിൽ വെച്ചൊക്കെയാണ് പലപ്പോഴും പത്രസമ്മേളനത്തിൽ നിന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ട്രംപ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നടന്നു. എയർഫോഴ്സ് വണ്ണിലേക്ക് അങ്കാറ എയർപോർട്ടിൽ നിന്നും ട്രംപ് കയറുന്നു. ആ കയറുന്ന ചിത്രങ്ങൾ വ്യക്തമായി ഒപ്പിയെടുക്കപ്പെട്ടു. പിന്നീട് കഥകൾ അടയുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കാര്യമായ വിവരമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ, സ്ഥിരീകരിക്കാവുന്ന മീഡിയ റിപ്പോർട്ടുകൾ, അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ട്രംപ് വലിയ ഭീഷണി ഇറാനിൽ നിന്നും അനുഭവിക്കുന്നു. ഏതെങ്കിലും ഒരു സാബോട്ടാഷ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അട്ടിമറി ശ്രമം അവിടെ, അല്ലെ വിമാനം അപായപ്പെടുത്താനുള്ള ശ്രമം ഒരുപക്ഷെ നടത്തിയേക്കാം. അപ്പം അങ്ങനെയെങ്കിൽ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാനായി പെട്ടെന്ന് പത്രലേഖകർ, കൂടെ സഞ്ചരിച്ചിരുന്ന പത്രലേഖകരോട് പറയുന്നു, നിങ്ങളുടെ വിൻഡോ ഒന്ന് താഴ്ത്തുക. അപ്പോൾ ട്രംപിന് എന്താണ് പിന്നീട് സംഭവിക്കുന്നതെന്ന് അറിയില്ല. കാരണം അവരുമായിട്ടുള്ള സെക്ഷൻ ക്ലോസ് ചെയ്യുകയാണ്. എന്നിട്ട് ട്രംപ് വെളിയിലിറങ്ങി മറ്റൊരു കുറച്ചുകൂടി ചെറിയ ഒരു മിലിറ്ററി വിമാനത്തിൽ കയറിയാണ് ഇംഗ്ലണ്ടിലേക്ക് പോയത്, ലണ്ടനിലേക്ക് പോകുന്നത്.
അവിടെ മറ്റൊരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. അവിടെ ആദ്യം ലാൻഡ് ചെയ്തത് ട്രംപിൻ്റെ ചെറിയ വിമാനമാണ്. അതോടൊപ്പം തന്നെ എയർഫോഴ്സ് വൺ വിമാനം ട്രംപ് അതിനുള്ളിലില്ല എന്ന് അറിയാതെ തന്നെ, പത്രലേഖകരൊന്നും അറിയാതെ തന്നെ, ക്രൂ പോലും പലരും അറിഞ്ഞിട്ടില്ല. ഇപ്പം രഹസ്യമായ CIA ഓപ്പറേഷനാണ്. അവിടെ പോയി ഇറങ്ങുന്നു. ട്രംപിനെ നാടകീയമായി ആ പ്ലെയിൻ ലാൻഡ് ചെയ്ത് അധികം താമസിക്കുന്നതിന് മുമ്പ്, ആൾക്കാർ പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ ട്രംപ് നാടകീയമായി എയർഫോഴ്സ് വണ്ണിൽ തന്നെ കയറുന്നു. സുസ്മേരവതനായി എയർഫോഴ്സ് വണ്ണിൽ നിന്ന് തിരിച്ചിറങ്ങി വരുന്നു. ഇത് അപസർപ്പക കഥകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള വിവരണമാണിത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചു എന്ന് വേണം കരുതാൻ. അവിടെ നിന്നും തിരിച്ച് ഖത്തർ എയർവൈസ് നൽകിയ, അല്ലെ ഖത്തർ എന്ന രാജ്യം നൽകിയ വിമാനത്തിൽ അറ്റ്ലാന്റിക്കിന് കുറുകെ പറന്നുകൊണ്ട് അമേരിക്കയിലേക്ക് പോകുന്നു. അപ്പോൾ നോക്കൂ, 3 വിമാനങ്ങൾ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഭയാശങ്കയിലാണ്. ട്രംപ് ഈസ് ഓൺ ദ റൺ എന്ന് പലരും ചിന്തിക്കുന്നത് അതുകൊണ്ടാണ്. ഒരു അമേരിക്കൻ പ്രസിഡന്റും അങ്ങനെ മറ്റൊരു രാജ്യത്തെ ഭയപ്പെട്ടതായ ചരിത്രമില്ല. അപ്പോൾ ഇറാനിൽ നിന്നും ഏത് രീതിയിലും തൻ്റെ ജീവന് ഭീഷണി ഉണ്ടാകുന്നതായി ട്രംപ് കരുതുന്നു. അപ്പോൾ ട്രംപ് പൊതുവേ ഒരു ധൈര്യം നടിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഒരു ഭീഷണിയുണ്ട്, ജീവന് ത്രട്ടുണ്ട്, താനാണ് നമ്പർ 1 ടാർഗറ്റ് എന്ന് പലപ്പോഴും ട്രംപ് പറഞ്ഞു. പലരും വിചാരിച്ചു അത് ധൈര്യം കൊണ്ട് പറയുന്നതാണ് എന്ന്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ ഒരു സൂചനയാണ് എങ്കിൽ ട്രംപ് വളരെ ടെൻറ്ററ്റീവാണ്. ട്രംപിൻ്റെ മനസ്സ് ഒന്ന് ആടിയിരിക്കുന്നു. അപ്പോൾ ഇസ്രയേലിലെ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പേ പരമാവധി ആക്രമണം നടത്തി ബെഞ്ചമിൻ നെതന്യാഹു സ്ഥാനം ഉറപ്പിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ആക്രമണങ്ങൾ തുടർന്ന് നടന്നേക്കാം. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാനെതിരെ ഇനി വരുന്ന ദിവസങ്ങളിൽ ആക്രമണം, ഒരുപക്ഷെ ആണവ നിലയങ്ങളിൽ ആക്രമണം ഉണ്ടായേക്കാം. പക്ഷെ അമേരിക്കയിൽ നിന്നും ഈ ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ച് ന്യായമായ സംശയങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. യുദ്ധവിരാമമായിട്ടില്ല, പൂർണ്ണമായ അർത്ഥത്തിൽ വെടിനിർത്തലായിട്ടില്ല. ഇപ്പോൾ ഒരു അസുഖകരമായ സമാധാനം പശ്ചിമേഷ്യയിൽ നിലവിലുണ്ട്. ഇടയ്ക്കിടെ ആക്രമണം, കപ്പലുകൾക്ക് നേരെ, ഓയിൽ ടാങ്കേഴ്സിന് നേരെ ഇടയ്ക്കിടെ ആക്രമണം നടക്കുന്നു എന്നത് വസ്തുതയാണ്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ പാടായി ഗൾഫ് രാജ്യങ്ങൾ ചേർന്ന് തീരുമാനിച്ചോളൂ, ഇറാൻ അനുകൂലമെങ്കിൽ അങ്ങനെ. പക്ഷേ ഒറ്റ കണ്ടീഷൻ മാത്രം, ഹോർമൂസ് കടലിടുക്ക് തുറന്ന് കിട്ടണം എന്ന ഒറ്റ ഡിമാൻഡിലാണ്. ആണവ കാര്യങ്ങളിൽ പിന്നെ എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ ചർച്ചയാകാം. ഒരുപക്ഷെ അത് വിധം തമ്മിൽ ഹോർമൂസ് തുറക്കുന്നതും ആണവ കരാറുമായി ലിങ്ക് ചെയ്യേണ്ടതില്ല എന്ന അമേരിക്കയുടെ ഒരു തീരുമാനം, ഇത് ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും 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 നമുക്ക് ചോദിക്കാം, എന്തിനായിരുന്നു ആണവ വിഷയത്തിൽ തർക്കമില്ല എങ്കിൽ ഇറാൻ ആവശ്യമുള്ള രീതിയിൽ ആണവ സമ്പുഷ്ടീകരണം നടത്തി മുന്നോട്ട് പോകട്ടെ എന്നായിരുന്നു തീരുമാനമെങ്കിൽ എന്തിനായിരുന്നു ഈ പ്രഹസനമെല്ലാം? ഇത്രയും കാലം നീണ്ടുനിന്ന യുദ്ധവും ആക്രമണവും തിരിച്ചടിയുമൊക്കെ എന്തിനായിരുന്നു എന്ന് ഒരിക്കൽ കൂടി ന്യായമായി നമുക്ക് ചോദിക്കാം.